കോഴിക്കോട് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. തിക്കോടിയിൽ കാർ കീഴ്മേൽ മറിഞ്ഞു. പൂർണ്ണ ഗർഭിണിയും 3 വയസ്സുകാരനും അടക്കം 6 പേർക്ക് പരിക്കേറ്റു. മറ്റൊരു വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് ഈ വാഹനം ഭിത്തിയിലിടിച്ച് മറിഞ്ഞത് എന്നാണ്. ദേശീയപാതയിലാണ് ഈ അപകടം ഉണ്ടായത്. ദൃശ്യങ്ങളിലേക്ക്. ഇടത് ഭാഗത്തുനിന്ന് പെട്ടെന്ന് വാഹനം റോട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ, സർവീസ് റോഡാണ്, അതിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇടിക്കാതിരിക്കാൻ വേണ്ടി വാഹനം വെട്ടിച്ചതാണ്. പക്ഷേ വാഹനം തലകീഴായി മറിയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. രാഹുൽ KV ഉണ്ട്. രാഹുൽ, പൂർണ്ണ ഗർഭിണി ഉണ്ടായിരുന്നു എന്നാണ്. അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ദിവസ ഈ ഗർഭിണിയെ ആശുപത്രിയിൽ കാണിക്കുന്നതിന് വേണ്ടിയാണ് വീട്ടുകാർ വാഹനത്തിൽ വന്നിരുന്നത്. ആ സമയത്താണ് അപകടം ഉണ്ടായത്. ഗർഭിണി അടക്കം പരിക്കേറ്റവരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1:30 അപകടം സംഭവിച്ചതും അവരെ കൃത്യസമയത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ദേശീയപാതയാണ്. ദേശീയപാതയുടെ സർവീസ് റോഡിലാണ് അപകടം. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. സർവീസ് റോഡ്, പിന്നീട് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തിയിലിടിച്ചാണ് വാഹനം, ബൊലേറോയാണ്, തലകീഴായി മറിഞ്ഞത്. അതായത് ഈ വാഹനം സർവീസ് റോഡിലൂടെ വരുന്നു. പെട്ടെന്ന് തന്നെ ഇടതുവശത്തു നിന്നൊരു വാഹനം ഈ സർവീസ് റോഡിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അതിലിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വാഹനം വെട്ടിച്ചത്. അത് നേരെ പോയി ഈ സംരക്ഷണ ഭിത്തിയിൽ ഇടിക്കുകയാണ് ഉണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ ഇത് പഞ്ചായത്ത് ബസാറിനടുത്ത്, പഞ്ചായത്ത് ബസാർ മീത്തലെ പള്ളിക്ക് സമീപമാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം പോലീസ് സ്ഥലത്തെത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ചികിത്സയിൽ തുടരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ പറഞ്ഞാൽ സർവീസ് റോഡിലേക്ക് കയറിയ ആ വാഹനമാണ് ഈ അപകടം ഉണ്ടാക്കി വെച്ചത്. കൃത്യമായി നോക്കാതെ വാഹനങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് റോട്ടിലേക്ക് കയറി. അതാണ് അവിടെ നിന്ന് അല്പം അവർ സ്വാഭാവികമായിട്ട് ആശുപത്രിയിലേക്ക് പോകുന്നതായതുകൊണ്ട് കുറച്ച് വേഗത്തിലുമായിരിക്കും വന്നിട്ടുണ്ടാവുക. പെട്ടെന്ന് വാഹനം ഇടിക്കാതിരിക്കാൻ വേണ്ടി വെട്ടിച്ചു. പക്ഷേ തലകീഴായി മറിഞ്ഞു. രാഹുൽ, കൃത്യമായി എത്ര പേർക്ക് പരിക്കേറ്റു? എല്ലാവരുടെയും സ്ഥിതി പ്രശ്നങ്ങളില്ല എന്നല്ലേ അല്ലേ? നിലവിൽ അങ്ങനെയാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് പൂർണ്ണ ഗർഭിണിയാണ് യുവതി. ഇവരെ പ്രസവവുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അതായത് വടകര ഭാഗത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന ആളുകളാണ്. 6 പേർക്കാണ് പരിക്കുള്ളത്. അത് പറഞ്ഞതുപോലെ ഈ ഗർഭിണിയാണ്. ഒപ്പം തന്നെ ഒരു കുഞ്ഞും അടക്കം 6 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ ഇവർ ചികിത്സയിലാണുള്ളത്. കൂടുതൽ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നതടക്കം അറിയിക്കാം എന്നാണ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ്. സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച വാഹനത്തിന്റെ ഡ്രൈവറുടെ അശ്രദ്ധയാണ് വിധത്തിൽ അപകടം ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിയാണ്. KV രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോടാണ് തിക്കോടി എന്ന സ്ഥലത്ത് സർവീസ് റോഡിലേക്ക് ഒരു വാഹനം അശ്രദ്ധമായി തന്നെ എടുത്തു എന്ന് പറയാം. വാഹനങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളൊരു ശ്രദ്ധയില്ലാതെ എടുത്തു. അവിടെ നിന്ന് വരുന്ന വാഹനം പെട്ടെന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടി വെട്ടിച്ചു. അതിപ്പോൾ ഈ അവസ്ഥയിൽ എന്തെങ്കിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ രക്ഷപ്പെട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.